എല്ലാ ചോദ്യ പേപ്പറിലുമുള്ള 2 ചോദ്യം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് സാർ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അത് നമുക്കറിയാം, ഉപന്യാസം എഴുതാൻ ചോദിക്കാത്ത ഒരു ചോദ്യ പേപ്പർ ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമാണ് അല്ലേ. ഉപന്യാസം ഏതെങ്കിലും മലയാളം ഫസ്റ്റിലും ഉണ്ടാകും, മലയാളം സെക്കൻഡിലും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഉപന്യാസം എഴുതുക, ഒരു ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം മാർഗരേഖകളിലൂടെ വേണം പോകാൻ, അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു ഉപന്യാസം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ഓർക്കേണ്ടത് ആദ്യം ഒരു ശീർഷകം ഉണ്ടാകണം എന്നുള്ളതാണ്. ശീർഷകം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ശീർഷകം കൊടുക്കാതെ തന്നിരിക്കുന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള എന്ത് വേണം, ശീർഷകം വേണം കൊടുക്കാൻ. ശീർഷകം എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ്, അല്ലെങ്കിൽ തലക്കെട്ടാണ്, അത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ആ ശീർഷകം എഴുതുന്ന സമയത്ത് കൃത്യമായ ധാരണയോടുകൂടി തന്നിരിക്കുന്ന ചോദ്യത്തോട് 100% നീതി പുലർത്തുന്ന ശീർഷകമാണ് എഴുതേണ്ടത്. ചിലപ്പോൾ ചില ഉപന്യാസങ്ങളിൽ എന്ത് വരാറുണ്ട്, ശീർഷകം തരാറുണ്ട് അല്ലേ. ഈ ശീർഷകത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്ന് പറഞ്ഞ് ശീർഷകം തരും. അങ്ങനെ വന്നാൽ ആ ശീർഷകം തന്നെ കൊടുത്താൽ മതി, മാറ്റണമെന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ആ ശീർഷകമല്ല, കുറച്ചുകൂടി നല്ല ശീർഷകം കൊടുക്കണമെന്ന് തോന്നിയാൽ അതൊട്ടും തെറ്റല്ല, നിങ്ങൾക്ക് കൊടുക്കാം. ശീർഷകം വായിക്കുമ്പോൾ ആ തന്നിരിക്കുന്ന ചോദ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കണം, ശീർഷകം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശീർഷകത്തിന് മാർക്കുണ്ട് കേട്ടോ മക്കളെ. ഉപന്യാസം എഴുതുമ്പോൾ ശീർഷകം കൂടെ കൂട്ടിയിട്ടാണ് അവർ മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്, അതൊന്നും ഓർത്ത് വെക്കുക. അപ്പോൾ ശീർഷകം വേണം. പിന്നെ വേണ്ടത് എന്താണ്, പിന്നെ വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആമുഖം ഉണ്ടാവണം എന്നുള്ളതാണ്. ആമുഖം, കൃത്യമായൊരു ആമുഖം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ആമുഖം എന്താണ്, എഴുത്തുകാരനെ കുറിച്ചോ തന്നിരിക്കുന്ന ചോദ്യം പാഠപുസ്തകത്തിൽ നിന്നാണെങ്കിൽ ഏത് പാഠമാണോ ആ പാഠത്തെക്കുറിച്ചുള്ളൊരു സമ്മറിയും ഒക്കെ ആവാം. എഴുത്തുകാരനെ കുറിച്ച് സൂചന ഉണ്ടാവണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ആമുഖം തയ്യാറാക്കുമ്പോൾ കൃത്യമായി എഴുത്തുകാരനെ കുറിച്ച് എഴുതുക. അതുപോലെ തന്നെ ആ തന്നിരിക്കുന്ന ചോദ്യമുള്ള പാഠം ഏതാണോ ആ പാഠഭാഗത്തുനിന്ന് കുറച്ച് ഭാഗങ്ങളെടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന പോയിന്റുകൾ വെച്ചുകൊണ്ട് ഇൻട്രൊഡക്ഷൻ എഴുതുക, അല്ലെങ്കിൽ ആമുഖം എഴുതുക. അപ്പോൾ ശീർഷകം എന്താണെന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആമുഖം എങ്ങനെ എഴുതണം എന്നുള്ളതും മനസ്സിലായി അല്ലേ. പിന്നീട് ഖണ്ഡികയാക്കുക. അതിനെ നിങ്ങൾ ഖണ്ഡിക എന്നും കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കരുത്, അതിനെ പാരഗ്രാഫ് തിരിച്ചെഴുതണം. 3 പാരഗ്രാഫ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഒരു പാരഗ്രാഫിൻ്റെ ലെങ്ത് എത്രയാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഒരു 3, 4, 5, 6 സെൻറ്റൻസ് കഴിയുമ്പോൾ പാരഗ്രാഫ് തിരിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണോ പറയാനുള്ളത് അതായത് ആമുഖമാണ് അല്ലേ. രണ്ടാമത്തെ പാരഗ്രാഫിൽ കൃത്യമായ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആശയം ഉണ്ടാവണം. ആ ആശയത്തെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ആശയത്തോട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, തന്നിരിക്കുന്ന ചോദ്യത്തോട് പുറമെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് എഴുതണമെന്ന് തോന്നുകയാണെങ്കിൽ അതും ആ പാരഗ്രാഫിൽ ഉൾപ്പെടുത്താം. ക്ലിയർ ആണോ മക്കളെ? പിന്നെയുള്ളത് 3ാമത്തെ പാരഗ്രാഫ് കൺക്ലൂഷൻ ഭാഗമാണ് അല്ലേ, അല്ലെങ്കിൽ ഉപസംഹാര ഭാഗമാണ്. അവിടെ നമുക്ക് എന്ത് എഴുതണം, ആ തന്നിരിക്കുന്ന ചോദ്യവും ആശയവും എന്തെല്ലാം രീതിയിലാണ് ഉള്ളതെന്നും ആ ചോദ്യം എങ്ങനെയൊക്കെയാണ് ഒരു സൊസൈറ്റിയെ ബാധിക്കുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ, ആ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ നിങ്ങൾക്കുണ്ടാകുന്ന ചില അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ അത് മാറ്റാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് എഴുതാവുന്നൊരു ഭാഗമാണ് ശരിക്കും കൺക്ലൂഷൻ ഭാഗം എന്ന് പറയുന്നത്. ആ ചോദ്യത്തോട് നിങ്ങൾ എങ്ങനെ നീതി പുലർത്തി എന്നുള്ളതിൻ്റെ ഒരു രത്ന ചുരുക്കം നിങ്ങൾക്ക് കൺക്ലൂഷൻ ഭാഗത്ത് എഴുതാം. ഇങ്ങനെ 3 പാരഗ്രാഫ് എങ്കിലും തിരിച്ചുകൊണ്ട് വേണം, മിനിമമാണ്, തിരിച്ചുകൊണ്ട് വേണം എന്ത് എഴുതാൻ, ഉപന്യാസം എഴുതാൻ. അപ്പോൾ ഉപന്യാസം എന്നുള്ളത് 100ൽ 100% നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ചോദ്യത്തോട് നമുക്ക് നീതി പുലർത്താൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ, ഇതൊന്ന് വെറുതെ നോക്കി വെച്ചാൽ എൻ്റെ കുഞ്ഞു മക്കൾക്ക് 6 മാർക്ക് എന്ത് ചെയ്യും, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെയോ ഇനിയുള്ളത്, നിങ്ങൾ ആശയം എഴുതുന്ന സമയത്ത് വ്യക്തതയുണ്ടായിരിക്കണം. തന്നിരിക്കുന്ന ചോദ്യം ആവശ്യപ്പെടുന്ന ഉത്തരമായിരിക്കണം എഴുതേണ്ടത്. അതായത് വലിച്ചു വാരി എഴുതി അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഉദാഹരണങ്ങൾ ഇതൊന്നും ചെയ്യരുത്. തന്നിരിക്കുന്ന ആശയത്തെ
വ്യക്തതയോടുകൂടി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനെയാണ് ആശയ വ്യക്തത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവസാന ഭാഗത്ത് എന്താണ്, അവസാന ഭാഗത്ത് വരുന്ന മറ്റൊരു ഭാഗം, അതായത് കൺക്ലൂഷൻ ഭാഗം അല്ലെങ്കിൽ ഉപസംഹാരം. ആ ഉപസംഹാരം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ, ആ ഉപസംഹാരം എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഉത്തരം പൂർണ്ണമായി എന്നുള്ളത് വ്യക്തമാവണം. ഇങ്ങനെയാണ് ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മാത്രമാണ് നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൂടി മക്കൾ ഓർത്ത് വെക്കൂ.